നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ ഈ ഒരാഴ്ച മന്ത്ലി എക്സ്പയറിയാണ് ഓർക്കുക. സ്വാഭാവികമായ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാകും. കൂടാതെ ഇന്ത്യയുടെ GDP ഡേറ്റ വരുന്നൊരു ഡേറ്റയാണ്, ഒരു ആഴ്ചയാണ്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് പ്രധാന ഇവൻറ്റുകൾ വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഒരു ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് 15ൽ മുകളിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഇന്നത്തെ മാർക്കറ്റിൽ ലേമിനേറ്റുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, സൂറിച്ച് ഇൻഷുറൻസ് കമ്പനി, കൊട്ടാക് ജനറലിൽ ഏകദേശം 5560 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് എന്നുള്ള ന്യൂസ്. പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ RBI കഴിഞ്ഞ ദിവസം NPCയുടെ അടുത്ത് പേടിഎം ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡായിട്ട് നിലകൊള്ളാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചു RBIക്ക്. RBI അത് NPCക്ക് റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേലുള്ള തീരുമാനങ്ങൾ എടുക്കും. സ്കിപ്പേഴ്സ് ഇന്ത്യ പവർ ഗ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് 737 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റൈൻ ഇൻഡസ്ട്രീസ് Q4 റിസൾട്ടിൽ അവർ 1078 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. റൈൻ ഇൻഡസ്ട്രീസ് ഇൻഫബീം അവന്യൂ കമ്പനി ഇവർ 20% സ്റ്റേക്ക് എക്സ്ഡ്യൂക്ക് എന്ന് പറഞ്ഞ ഒരു US ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയിൽ $10 മില്യൺ മുടക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഇവർ 2000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം ഫെബ്രുവരി 28 എടുക്കും. GTL ഇൻഡസ്ട്രീസ് കമ്പനി മഹാരാഷ്ട്രയിൽ അവരുടെ പുതിയ ഒരു മെഗാ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വാലിയൻ ഓർഗാനിക് കമ്പനിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഗുജറാത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലോഷർ നോട്ടീസ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. വാലിയൻ ഓർഗാനിക് കമ്പനി ശ്രദ്ധിക്കുക, കമ്പനി താൽക്കാലികമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ക്ലോഷർ നോട്ടീസ്. സെൻ ടെക്നോളജി കമ്പനീസ് AI ടേണിംഗ് ടെക്നോളജിയിൽ ഏകദേശം 4 കോടി രൂപ മുടക്കി 51% നിക്ഷേപം സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് സൗദി അറേബ്യയിലുള്ള ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ കമ്പനിയായിട്ട് ഇവർ ഒരു $1.3 മില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ, ഒരു ബിസിനസ് എഗ്രിമെൻറ്റ് ന്യൂജൻ സോഫ്റ്റ്വെയർ അവർ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. സാഗിൽ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത് ഇവർ ബെൻറ്റൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി 232 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് കിട്ടി. അശോക് ലെയ്ലാൻഡ് കമ്പനി TVS ട്രക്കിൽ 25 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. KIOCL കമ്പനി ഇവരുടെ മാംഗ്ലൂരിലുള്ള പാലറ്റ് ഫാക്ടറി ടെമ്പററി ആയിട്ട് കമ്പനി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിമാൻഡിൻ്റെ കുറവ് കാരണം ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ടിപ്സ് ഇൻഡസ്ട്രീസ് ഫെബ്രുവരി 28 അവരുടെ ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിക്കും. സോന BLV കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ക്ലീൻ മാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് മഹാരാഷ്ട്രയിൽ അവരുടെ പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ഡിക്സൺ ടെക് കമ്പനി ഉത്തരാഖണ്ഡിൽ അവരുടെ വാഷിംഗ് മെഷീൻ എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പുതിയ ഒരു പ്ലാന്റ് തുടങ്ങാനായിട്ട് ഡിക്സൺ ടെക് കമ്പനി ധാരണയായി എന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യമായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി എവിടെ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. ഫ്രൈഡേ ക്ലോസ് കാണാം 22,220. ആ ലെവലിൽ നിന്ന് ഗിഫ്റ്റ് നിഫ്റ്റി മുന്നോട്ട് മാത്രമാണ് പോയിട്ടുള്ളൂ. കറൻറ്റ് വെള്ളിയാഴ്ചത്തെ ക്ലോസിൽ നിന്ന് സ്ലൈറ്റ്ലി അപ്പിലാണ് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയും ഈവൻ ഒരു ലോയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. 22,240 ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $230 പെർ ഔൺസ് എന്ന നിലയിൽ ഇന്ന് $5 ഒരു ഇടിവ് ഗോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങോ വലിയ റാലിയോ കാണാനില്ല. ഡോ ഫ്യൂച്ചർ നെഗറ്റീവായ രീതിയിൽ 47 പോയിൻറ്റിൻ്റെ നെഗറ്റീവായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നു. ബിറ്റ്കോയിൻ 51,691 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ബിറ്റ്കോയിൻ നിൽക്കുന്നുണ്ട്.
ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിക്ക് ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റീനെ എടുക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 46,800 ബാങ്ക് നിഫ്റ്റിയുടെ കറണ്ട് സ്പോട്ട് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോണ് സ്വാഭാവികമായ രീതിയിൽ PCR 8 ആയതുകൊണ്ട് ഏറ്റവും താഴെ കാണാം കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് നിലവിൽ കൂടുതൽ. അതിൽ തന്നെ 47,000 എന്ന റേഞ്ചാണ് മേജർ റെസിസ്റ്റൻസ് സോണായിട്ടും 47,500 സെക്കൻഡ് റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. 46,500 അതല്ലെങ്കിൽ 46,000 റേഞ്ചുകൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് നോക്കാം. 56% സ്റ്റിൽ അവർ ഷോർട്ട് പൊസിഷനും 44% അവർ ലോങ് പൊസിഷനും കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FISൻ്റെ കാര്യം, ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാഷ് മാർക്കറ്റിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ 5 ട്രേഡിംഗ് ഡേയ്സിൽ അവർ 3ലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. നെറ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് അവരുടെ 1,931 കോടി രൂപയാണ് അവർ നെറ്റ് സെല്ല് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടുതൽ DAs ബൈ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക കാര്യമുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FISും DAsഉം നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. FIS 1,276 കോടി രൂപക്ക് ബൈയിങ് നടത്തിയപ്പോൾ DAs 176 കോടി രൂപക്ക് ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ബൈയിങ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ക്യാഷ് മാർക്കറ്റിൽ അവരെ സംബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലോകസഭ ഇലക്ഷൻ കാലഘട്ടമാണ്. മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് US മാർക്കറ്റിന് സമാനമായ അവസ്ഥയിലാണ്. പെട്ടെന്നൊരു റാലി ഉണ്ടാവും, പെട്ടെന്നൊരു ഫോൾ ഉണ്ടാവും. കാരണം വിക്സ് ഇപ്പോഴും നിൽക്കുന്നത് 14-15 ആ ഒരു റേഞ്ചിലാണ്. വേറെ നാളുകൾക്ക് ശേഷമാണ് വിക്സ് ഇത്ര അധികമുള്ളത്. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിലെല്ലാം തന്നെ പ്രീമിയം ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ കൂടി മാർക്കറ്റ് അതീവ വോളറ്റൈലായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായ രീതിയിൽ IPO ഡീറ്റെയിൽസ് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അതെല്ലാം തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഫാർ ഔട്ടുമായിട്ടുള്ള സ്ട്രൈക്കുകളെല്ലാം തന്നെ ബൈ ചെയ്യാൻ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കറെയാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ടെത്താം. താങ്ക് യു.